ഈ ജോലി കിട്ടുമെന്ന് അശേഷം പ്രതീക്ഷിച്ചതല്ല. എത്ര ഇടത്ത അപേക്ഷകൾ അയച്ചത്. ഇന്റർവ്യൂവിന് നടന്ന് വയ്യാതായി. താൽക്കാലികമാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തുമായിരിക്കും അല്ലേ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനി അല്ലേ, എല്ലാം മാനേജ്മെന്റിന്റെ കയ്യിലായിരിക്കുന്നത്. പിന്നെ ലതികയുടെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട്? അവള് പോയി 3 കൊല്ലായി. വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഭേദം അതല്ലേ. ലതികയ്ക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയത് ഒരാശ്വാസമായി. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങുന്നത് വലിയ വെത്തപ്പാടില്ല. എന്റെ ഒരാളുടെ പെൻഷൻ കൊണ്ട് എന്താവാനാടോ? വിവാഹപ്രായമായി നിൽക്കുന്ന 3 പെൺപിള്ളേരാണ്. പല സ്ഥലത്തുനിന്നും ലതികയ്ക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ജാതകം കൊണ്ടൊന്നും യോജിക്കുന്നില്ല. ചൊവ്വാദോഷമുള്ള ജാതകമാണേ. ഈ അടുത്ത അവസരത്തിൽ ഒറ്റപ്പാലത്തുനിന്ന് ഒരു ആലോചന ഉണ്ട്. ജാതകവും യോജിക്കും. പക്ഷെ അവരുടെ ഡിമാൻഡ് കേട്ടപ്പോഴേ തനിക്കറിയില്ല എന്റെ കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ. വരുന്നവർക്കൊന്നും പെങ്കൊച്ചിനല്ല വേണ്ടത്. ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു രൂപവും കിട്ടുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് മാഷ് മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം ശരിയാവും. മാഷെ, ബസ് വന്നിട്ടുണ്ട്. പാലക്കാടനല്ലേ? വേങ്ങര സർ. പാലക്കാട്ടേക്കുള്ളതല്ലേ? അതെ കേറിക്കോളൂ. ഉള്ളോട്ട് നിന്നേ. ലതികയോട് കത്തയക്കാൻ പറയാൻ മറക്കരുത്. ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തൊരു പെണ്ണാണ്. ഒന്ന് സൂക്ഷിച്ചോളണം. സോറി സർ, ബസ് മാറി കയറിയതുകൊണ്ടാ. എന്നൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എനിക്കും സ്ഥിരമായിട്ട് പറ്റാറുള്ള അബദ്ധമാ. പ്രശ്നം അതല്ല, കുട്ടി വന്നില്ലേ എന്ന് റീജിയണൽ മാനേജർ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് ഇപ്പൊ ഫോൺ താഴെ വെച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ പരിചയപ്പെട്ടില്ലല്ലോ. ഏതായാലും അകത്തി എന്ന് കണ്ട് ഒരു ഗംഭീരൻ സോറി പറഞ്ഞിട്ട് പോയി. അയ്യോ സർ. പേടിക്കണ്ട, ചെല്ല്. സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇന്നലെ സാറ് ലീവായിരുന്നു. സർ, ഞാൻ ഇന്നലെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റെനോഗ്രാഫറാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ട് വരണമെന്നുണ്ടോ? അല്ല സർ, ഞാൻ ലേറ്റ് ആവാൻ കാരണം. See, I don't want to hear any explanations. Don't repeat this. ശരി സർ. ദാ നോക്ക്, നല്ല കിളി പോലത്തെ കുട്ടികളാ. പല ബ്രോക്കർമാരിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തതാ. ഇതില് എന്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള കേസുകൾ എത്ര ഉണ്ട് അത് പറ. അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ഇത് നോക്ക്, എന്തൊരു സൗന്ദര്യം. വല്ല സിനിമാക്കാരും കണ്ട അപ്പ തപ്പിക്കൊണ്ടുപോകും. ശരിയാ, പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റിയ മുഖം. ഇത് നോക്ക്, ഈ കുട്ടിയുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഇതിന് നല്ലതുപോലെ കുക്കിംഗ് അറിയാമായിരിക്കുമെന്ന്. ഇത് കണ്ടോ, വയലേലകളുടെ പശ്ചാത്തലത്തിൽ ഒരു ശാലീന സൗന്ദര്യം. വയലേലകളുടെ ശാലീന സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരിദാറിട്ടൊരു കരിങ്കുരങ്ങെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. വിഷ്ണു, അതെ, എന്നെ ഇങ്ങനെ ടൂരുന്നത് മാത്രമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാ നല്ലത്. എടാ, ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ശാലീന സൗന്ദര്യം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറ. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, ഈ ശാലീന അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത സ്റ്റെനോ ഇല്ലേ, ലതിക. അതുപോലത്തെ ഒരു ശാലീന, നിഷ്കളങ്ക, ഗ്രാമീണ സൗന്ദര്യം. എക്സാക്ട്ലി. എന്തായി? എല്ലാ വിവരങ്ങളും ഞാൻ ലതികയോട് ചോദിച്ചു. വെരി ഗുഡ്. എന്നിട്ട് ഡ്രൈവിംഗ് മാത്രം അറിയില്ല. അത്രേ ഉള്ളൂ. അത് സാരമില്ല, നമുക്ക് ഈസി ആയിട്ട്. പറയുന്ന മുഴുവൻ കേൾക്ക്. ഡ്രൈവിംഗ് മാത്രം അറിയില്ലായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ സംഗതി അങ്ങനെയല്ല. ലതികയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഹിന്ദി അറിയില്ല, ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല, വെസ്റ്റേൺ ചൈനീസ് കുക്കിങ്ങും അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടിക്ക് ധൈര്യം എന്ന് പറയുന്നത് 4 അയലത്തൂടി പോയിട്ടില്ല. ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിന് സ്ത്രീധനം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഈ വിവാഹം ശരിയാക്കിയാൽ അത് മാഷിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു സമാധാനമുണ്ട്, ലതികയെ പോലൊരു പെൺകുട്ടിയാണ്
സങ്കല്പത്തിലുള്ളത് എന്ന് വിഷ്ണു പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടിയെ അവൻ ഇഷ്ടമായി എന്നാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓക്കെ. ബാക്കി 6 കണ്ടീഷൻസ് അതിപ്പോ കെട്ടിപ്പോയി. ഈ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് ലതയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് മണ്ടിയാണോ ഞാൻ? അതിപ്പോ ആരെങ്കിലും സ്വയം സമ്മതിച്ചിരുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു വന്നത് ബാക്കി 6 കണ്ടീഷനുകളും ലതയ്ക്കുണ്ടെന്ന് നമ്മൾ വരുത്തുന്നു. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു അലിഖിത കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ഓക്കെ ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്ത്? ജാതക പൊരുത്തം. സമസപ്തമം. ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. 10ൽ 8 പൊരുത്തങ്ങളും ഒത്തു വന്നിരിക്കുക. മുജ്ജന്മ ബന്ധമാ. ഈ വിവാഹം നടത്താൻ വേണ്ടി നീയോ നിന്റെ കൂട്ടുകാരിയോ പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താനേ നടന്നിരിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഇതിലെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ജ്യോതിഷത്തെ കളിയാക്കല്ലേ. വേണ്ട. വിഷ്ണുവിന്റെ ലതികയുടെ വിവാഹം നടന്നില്ലെങ്കിൽ നീ എന്നെ കഴുതയെന്ന് വിളിച്ചു. അതിപ്പോ ജീവിതത്തിൽ ഇതുവരെ കഴുതയെന്നുള്ള വിളി കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ. സാറിപ്പോ അങ്ങനെയല്ലല്ലോ. അതെ. എന്താ കാര്യം പറഞ്ഞു? കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാമെന്നാ പറഞ്ഞത്. വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ആളിനെ കാണുന്നില്ലല്ലോ. ദാ എത്തിയല്ലോ. നിങ്ങൾ വന്നിട്ട് അധികം നേരമായോ? ഇല്ല. ഇനി പറഞ്ഞേ, എന്താ ഇത്ര അത്യാവശ്യ കാര്യം? എനിക്കിന്നലെ രാഘവ മാഷിന്റെ കത്തുണ്ടായിരുന്നു. അച്ഛന്റെയോ? അതെ. വേറൊന്നുമല്ല, ലതികയ്ക്ക് എങ്ങനെയെങ്കിലും ജോലി പെർമനന്റ് ആക്കി കൊടുക്കണം. വീട്ടിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ഓർത്ത് അച്ഛന് വിഷമിക്കാനേ നേരുള്ളൂ. പക്ഷേ ലതികയ്ക്ക് അറിയാമല്ലോ, പോസ്റ്റ് പെർമനന്റ് ആക്കി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ ലതികയും പിരിച്ചുവിടുന്നാണോ? കൃഷ്ണൻകുട്ടി വിചാരിച്ച പെർമനന്റ് ആക്കാൻ ഒരു രക്ഷയില്ലേ? രക്ഷയില്ലേന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മാർഗമുണ്ട്. പക്ഷെ അത് ഇത്തിരി കടുത്ത മാർഗമാണ്. പുറത്തിറങ്ങിയാൽ എന്റെ ജോലി വരെ പോകുന്ന കേസാ. അയ്യോ, അങ്ങനെ കൃഷ്ണൻകുട്ടിയുടെ ജോലി നഷ്ടപ്പെടുത്തിയൊന്ന് എനിക്ക്. നിക്കേ, എന്താണ് മാർഗം എന്ന് കേൾക്കട്ടെ. അതായത് പോസ്റ്റ് പെർമനന്റ് ആക്കാനുള്ള അധികാരം മാനേജ്മെന്റ് റീജിയണൽ മാനേജർക്ക് കൊടുത്തിരിക്കുക. അപ്പൊ സംഗതി എളുപ്പമായില്ലേ? റീജിയണൽ മാനേജർ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അവിടെ നിങ്ങൾക്ക് തെറ്റി. ഇക്കാര്യത്തിൽ വ്യക്തിബന്ധവും സുഹൃത്ത് ബന്ധവും അവൻ നോക്കാറില്ല. ഈസ് എ വെരി സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ പിന്നെ വഴിയുണ്ടെന്ന് പറഞ്ഞത്? പറഞ്ഞോട്ടെ, ചില പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രമേ വിഷ്ണു പെർമനന്റ് ആക്കൂ. അതെന്താ ഈ പ്രത്യേക ക്വാളിഫിക്കേഷൻസ്? പറയാം. ഫസ്റ്റ് കണ്ടീഷൻ, കുട്ടി ശാലീന സുന്ദരി ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. എന്തു? നമ്പർ 2, എന്നാൽ മോഡേൺ ഡ്രസ്സും സ്യൂട്ട് ചെയ്യണം. അത് ശരിയാക്കാന്നേ. ഓക്കെ. പിന്നെ ഹിന്ദി ഫ്ലുവന്റ് ആയി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. ധൈര്യശാലി ആയിരിക്കണം. കൂടാതെ ക്ലാസിക്കൽ മ്യൂസിക് അറിഞ്ഞിരിക്കണം. വെസ്റ്റേൺ ചൈനീസ് കുക്കിംഗ് അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗും അറിഞ്ഞിരിക്കണം. ഇതൊന്നും എനിക്ക് അറിയില്ലെന്ന് ഞാൻ ഇന്ദുവിനോട് പറഞ്ഞതല്ലേ. ഓ, അപ്പൊ ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയായിരുന്നോ ഇതല്ല ലതികയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞത്? അതെ. സ്റ്റെനോഗ്രാഫറുടെ ജോലിക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിർബന്ധമുണ്ടോ? ഈ കാര്യം എന്റെ അടുത്ത് ചോദിച്ചിരിക്കട്ടെ. വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചാൽ ഈ ടെമ്പററി ജോലി എന്നെ തെറിച്ചെന്നിരിക്കും. ബന്ധം നോക്കിയിട്ടല്ല അവൻ കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. എങ്കിൽ എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. കാരണം ഈ പറഞ്ഞ യോഗ്യതകളൊന്നും എനിക്കില്ലല്ലോ. ഉണ്ടെന്ന് ഞാൻ പറയുന്നു. അതെ, അങ്ങനെ വിഷ്ണുവിനെ ധരിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഈശ്വര, അതിനൊന്നും ഞാനില്ല. അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട. അതെ, കുറച്ചൊക്കെ കള്ളത്തരം കാണിക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും നല്ല സാധ്യതയുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഇത്രയും ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. അല്ല എന്തു? ശരിയാ. കണ്ടക്ടർ പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ അറിയാവുന്ന ചോദിച്ചപ്പോ ഞാൻ അറിയാവുന്ന കള്ളാവാ പറഞ്ഞത്. അതുകൊണ്ട് ആ ജോലി കിട്ടി. എന്നാലും പിന്നീട് എനിക്ക് ഈ യോഗ്യതകളൊന്നും ഇല്ലെന്ന് വിഷ്ണു സാർ അറിഞ്ഞ അപ്പൊ ജോലി പോവില്ലേ? പെർമനന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അറിയാമോന്ന് ഡെയിലി ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ലതികയ്ക്കുണ്ട് എന്നുള്ളത് വിഷ്ണുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നതാണ് പ്രശ്നം. ഇന്ദുവും ലതികയും എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. എന്നാൽ കൂടെ നിൽക്കുന്ന കാര്യം ഞങ്ങളും ഏറ്റു. അയ്യോ വേണ്ട ഇന്ദു, എനിക്ക് ഇന്ദുവിന്റെ അത്രയും ധൈര്യം പോരാ. എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാറ്റിനും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, പിന്നെന്താ? അതെ. ഈശ്വര, ഇങ്ങനെ അങ്ങ് മേടിച്ചാലോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഞങ്ങൾ പറഞ്ഞു തന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. വരുന്നുണ്ട്, തുടങ്ങി. अच्छा सब तो आप ऐसा कीजिए, हाँ एक ओपन टिकट इधर से लीजिए. 24 को सीट खाली है तो हम उस दिन के लिए पक्का कर देंगे.
अगर खाली नहीं तो 27 का फ्लाइट पे हम आपको भेजेंगे। हाँ साहब, एक और तरीका भी है। आप 24 को इधर से बम्बई जाइए, उधर से आपको कनेक्शन फ्लाइट जरूर मिलेगा। उसका कंफर्मेशन हम इधर से देंगे। हाँ नहीं नहीं, फैर में जरा भी फर्क नहीं पड़ेगा। हाँ दोनों बराबर हैं। हाँ साहब, शुक्रिया साहब, नमस्ते। യെസ് സർ, യെസ് സർ. എന്നെയോ? എന്നെയാ? ആ എന്താ? ആ കുട്ടി ആരോടാ ഹിന്ദിയിൽ സംസാരിച്ചത്? ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചതാ. അയാളുടെ കടിച്ചാ പൊട്ടാത്ത ഹിന്ദി ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. എന്താ ചോദിച്ചത്? അല്ല ഒന്നുമില്ല, നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെ, ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നിട്ട് പോലെയല്ലേ സംസാരിച്ചത്. ഡിംപിൾ കപാടിയെ തോറ്റു. ഈ രാഷ്ട്രഭാഷ മതി മതി, പോണം. നോക്കിക്കേ, എത്ര സ്റ്റൈലായിട്ടുണ്ട്. അയ്യേ വേണ്ട, എന്തോ ഒന്നാമത് എനിക്കിതൊന്നും തീരെ ചേരില്ല. അത് സ്വയം തീരുമാനിച്ചാ മതിയോ? ദേ ഇതോടെ ഒന്ന് ഇട്ട് നോക്ക്. ആ ഇപ്പൊ നോക്കിയേ, കണ്ണാടി എവിടെ? ദേ ഇവിടെ ഉണ്ട്. കളിയാക്കല്ലേ, നീ ഒന്ന് ചുമ്മാ എഴുതി. ആദ്യം തന്നെ ഈ പേടി ഒന്ന് മാറ്റ്. ആ ഇപ്പൊ നോക്ക്, നന്നായിരിക്കുന്നില്ലേ? എന്റെ ഈശ്വര, ഇതൊക്കെ വിഷ്ണു സാറിന് ഇഷ്ടപ്പെട്ട പിന്നെ പെർമനന്റ് ആവുമ്പോ ഓഫീസിൽ ഇതൊക്കെ തന്നെ ഇട്ടോണ്ട് വരാൻ പറയുമെന്ന് എന്റെ പേടി. പിന്നെ നീ ഒന്ന് പേടിക്കാതിരിക്കെ. പെർമനന്റ് ആയി കഴിഞ്ഞാ എല്ലാവരും അവരുടെ ഇഷ്ടമല്ലേ? ഇതേ കേരളമാ, ആർക്കും ആരും അത്ര പെട്ടെന്നൊന്നും പിരിച്ചുവിടാൻ പറ്റില്ല. എന്റെ കാലെന്തോ ആവുന്നു. ഒന്നും ആവില്ലെന്നേ. ഇപ്പഴേ റിഹേഴ്സൽ എടുത്തില്ലെങ്കിലേ പിന്നെ ബുദ്ധിമുട്ടാവും. ആ കാലം നേരെ വെക്ക്. ആ നടക്ക്. ആ ഞാൻ വീഴും, പേടിക്കണ്ടതേ, നടക്ക്. വാ. എന്താ കാലിങ്ങനെ വെച്ചിരിക്കുന്നത്? നേരെ വെക്ക്. കാലല്ല, കണ്ണട വെച്ചപ്പോ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ തോന്നല. ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. നടന്നാട്ടെ. എന്താ ഇവിടെ? അത് മേറ്റൻ, നാളെ ഇവൾക്ക് ഓഫീസില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. റിഹേഴ്സൽ എടുക്കായിരുന്നു അല്ലേ? സമ്മാനം ഉറപ്പാ.